വലിയ സൈന്യത്തെ അധികാരവും പവറും പദവിയും പണവും കൊണ്ടൊക്കെ നിൽക്കുന്ന ഈ വെട്ടുക്കിളി പോലെ നിൽക്കുന്ന ഈ സൈന്യത്തെ ഇവർക്ക് മുൻപിൽ ഒരൊറ്റ ദൂതനെയാണ് ദൈവം ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൂതനെ പോലെ നമ്മൾക്ക് വേണ്ടി ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ചില വ്യക്തികൾ, അതൊരൊറ്റ വ്യക്തി മതിയെന്നേ. ചിലപ്പോൾ അത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതായിരിക്കും, ചിലപ്പോൾ അതിന് വെളിയിലുള്ളതായിരിക്കും, എന്ന് വെച്ചാൽ നമ്മൾക്ക് അനുകൂലമായി നിൽക്കുന്നതായിരിക്കും. ഏതാണെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം ഒരുക്കിക്കൊള്ളുന്നേ. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുക. നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫാസ്റ്റിംഗ് ഇരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. ഇവർ ഞായറാഴ്ച ആരാധനയെ തടയാൻ വന്നു. എന്നാൽ ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പ്രഖ്യാപിച്ച് നോക്കിക്കേ. ഒരു ഫാസ്റ്റിംഗ് പ്രയറും തടയാൻ ഇവർ വരത്തില്ല. കാരണം എന്താ? പറ്റത്തില്ല. അവരെ ദൈവം അന്ധത പിടിപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് തിരിച്ചറിയുക. നമ്മൾക്കെതിരെ ഏതൊക്കെ പ്രബലരായ വ്യക്തികളും ശക്തികളും എഴുന്നേറ്റാലും അതിനെയൊക്കെ ഒരൊറ്റ നോട്ടം കൊണ്ട് അതിൻ്റെ രഥചക്രങ്ങളെ തെറ്റിക്കുന്ന ഒരൊറ്റ ദൂതനെ ഇറക്കി അതിനെ അടക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ ആശ്രയിക്കുക, മുട്ടുമടക്കുക, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരയുക. നമ്മൾ മീഡിയക്കാരുടെ മുൻപിൽ കരഞ്ഞും കോമാളി വേഷം കെട്ടി നിൽക്കേണ്ടവരല്ല. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ കരയുക, മുട്ടുമടക്കുക, പാവിരിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുമടക്കുക, കരയുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അപ്പോൾ അതിൻ്റെ മുൻപിൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ നമ്മുടേതായ വഴിക്ക് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ, നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തോണം. നമ്മളുടെ നിസ്സഹായാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ശക്തനായ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തോണം. ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ദൂതനെ നമ്മൾക്ക് വേണ്ടി ഇറക്കും, നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. അല്ലാതെ മീഡിയക്കാരുടെ അടുത്ത് നമ്മൾ വെല്ലുവിളിക്കാനൊന്നും പോകണ്ട. ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്നത് പ്രതികരിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നിയമപരമായി നീങ്ങേണ്ട വിഷയങ്ങൾ നിയമപരമായിട്ടൊക്കെ നീങ്ങേണ്ടത് നീങ്ങുക. അതൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടേ കാലെടുത്ത് വയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകും. ചില സൂചി കൊണ്ട് എടുക്കേണ്ട വിഷയങ്ങൾ ചിലപ്പോൾ തൂമ്പാവ് കൊണ്ട് എടുക്കേണ്ട സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ വരാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ദൈവത്തിന് 100% കീഴടങ്ങിയിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതല്ല. നമ്മളുടെയൊക്കെ ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചു. ആ ദൈവം ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ആ ദൈവം കണ്ണടയ്ക്കത്തില്ല കേട്ടോ. ഓർക്കുക, എന്താ വചനം? എന്താ? ഉന്നതനമീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. എന്ന് വെച്ചാൽ ഏത് പവർ കൊണ്ടും ഏത് അധികാരം കൊണ്ടും ആരൊക്കെ എഴുന്നേറ്റാലും അവർക്ക് മീതെ ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഇവരെ എന്താ